ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിനെ പോലീസ് ഇന്ന് വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. രഞ്ജിത്ത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ച ശേഷമാവും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. വിവരങ്ങളുമായി അഞ്ജു ചേരുന്നു. അഞ്ജു, ഇന്നും ഈ ഒരു രഞ്ജിത്തിനെ പോലീസിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസിന്റെ നീക്കം. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതേ ദീപ്തി, ലൈംഗിക അതിക്രമ കേസിൽ വീണ്ടും രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് പോലീസ്. രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഈ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. രഞ്ജിത്ത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് പോലീസ് ഇത്തരത്തിൽ വീണ്ടും കസ്റ്റഡിയിലേക്ക് രഞ്ജിത്തിനെ ആവശ്യപ്പെട്ട ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. രഞ്ജിത്തിനെ ഇതിനു മുൻപ് തന്നെ കസ്റ്റഡിയിൽ മൂന്ന് ദിവസം പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. എന്നാൽ അപ്പോഴൊന്നും രഞ്ജിത്ത് ഈ അന്വേഷണവുമായിട്ട് സഹകരിച്ചിരുന്നില്ല എന്നും അതിനാലാണ് വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നതെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഈ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. അതിനുശേഷമായിരിക്കും, അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ച ശേഷമാവും ഈ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. കേസുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തിൻ്റെയും അതുപോലെ തന്നെ ചിത്രവുമായിട്ട് സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമാ ചിത്രീകരണത്തിനിടെയാണ് ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമം നടിക്ക് നേരെ ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് നടി പരാതി നൽകിയത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തിൻ്റെയും അതുപോലെ തന്നെ ചിത്രവുമായി ബന്ധപ്പെട്ട് മറ്റു ചിലരുടെയും മൊഴിയൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രഞ്ജിത്തിൻ്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ഇത് പരിശോധിക്കുകയും ഇതിൽ നിന്ന് വിവരങ്ങളൊക്കെ തന്നെ ശേഖരിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ക്യാരവാനിലെത്തിച്ച് രഞ്ജിത്തിനെ ക്യാരവാനിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും കസ്റ്റഡിയിൽ അന്വേഷണത്തോടെ രഞ്ജിത്ത് പൂർണ്ണമായും സഹകരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ ഇപ്പോൾ പോലീസ് ഒരുങ്ങിയിരിക്കുന്നത്. കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട ഹർജിയൊക്കെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പ്രതിയെ രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. മാത്രമല്ല, രഞ്ജിത്തിൻ്റെ കസ്റ്റഡി അപേക്ഷയും അതുപോലെ തന്നെ കസ്റ്റഡി അപേക്ഷയിലും ഇന്ന് വാദം തുടരും. എന്തായാലും ഈ കസ്റ്റഡി അപേക്ഷ മുഖവിലയ്ക്ക് പരിഗണിച്ച ശേഷം മാത്രമേ, ഈ കസ്റ്റഡി അപേക്ഷയിൽ എന്തെങ്കിലും ഒരു തീരുമാനം വന്നതിന് ശേഷം മാത്രമേ ഈ ജാമ്യാപേക്ഷ കോടതി മുഖവിലയ്ക്കെടുക്കാൻ സാധ്യതയുള്ളൂ. എന്നാലും വിശദമായ വാദം കേട്ടതിനു ശേഷമായിരിക്കും ഈ കസ്റ്റഡി അപേക്ഷയിൽ കോടതിയുടെ ഒരു തീരുമാനം വരികയെന്നാണ് വിവരം. 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്തായാലും വിശദമായൊരു വാദം കേട്ടതിനു ശേഷമായിരിക്കും കോടതിയുടെ തീരുമാനം വരികയെന്നാണ് വിവരം. മാത്രമല്ല, പോലീസിൻ്റെ കസ്റ്റഡിയിൽ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ അനുവദിച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം തന്നെ ജയിലിലാക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നതെന്നുമാണ് രഞ്ജിത്ത് വാദിക്കുന്നത്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇത്തരത്തിൽ ഈ നടിയുടെ പ്രകടനം അത്ര പ്രതീക്ഷിച്ച പോലെ വന്നിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് ചില സീനുകളൊക്കെ തന്നെ വെട്ടിക്കുറയ്ക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ തനിക്കെതിരെ പരാതി നൽകാൻ കാരണമായതെന്നും രഞ്ജിത്ത് വാദിച്ചിരുന്നു. എന്തായാലും ഈ കസ്റ്റഡി അപേക്ഷയിൽ തീരുമാനം വന്നതിന് ശേഷമായിരിക്കും രഞ്ജിത്തിൻ്റെ ജാമ്യാപേക്ഷയിലും കോടതി തീരുമാനമെടുക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രഞ്ജിത്തിൻ്റെ ഫോണൊക്കെ കസ്റ്റഡിയിലെടുത്ത് വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചിരുന്നു. മാത്രമല്ല, ക്യാരവാനിലൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. മാത്രമല്ല, ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഈ സിനിമാ ചിത്രീകരണം നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോകളും മറ്റും ശേഖരിക്കാനുള്ളൊരു ശ്രമത്തിലൊക്കെ തന്നെയാണ് പോലീസ്. എന്തായാലും വീണ്ടും രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് വീണ്ടും ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ഹർജിയിൽ കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഈ വീണ്ടും രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ അനുവദിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഇന്നൊരു തീരുമാനമുണ്ടാകും. ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ ജാമ്യാപേക്ഷ മുഖവിലയ്ക്കെടുക്കുക. ദീപ്തി, ശരി. എന്തായാലും ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിനെ പോലീസ് ഇന്ന് വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. രഞ്ജിത്ത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കുകയുണ്ടായി. ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ച ശേഷമാകും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. അഞ്ജുവാണ് വിവരങ്ങൾ നൽകിയത്.